Welcome to BSc Mechanics, Part 24. Problems from gravitation. Question number 1. Two satellites A and B move around the Earth in a common orbit of radius r, but in opposite sense of rotation. They collide. Then, question number A. Find the total energy before collision. B. If the collision is perfectly inelastic and the two stick together, find the total energy after collision. Describe the subsequent motion of the wreckage. Earth ഇത് രണ്ട് സാറ്റലൈറ്റ്സ് ഓപ്പോസിറ്റ് സെൻസിൽ ഇത് ക്ലോക്ക് വൈസ് ആയിട്ട് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് സെയിം ഓർബിറ്റ് റേഡിയസ് 6. ഇത് കൊളൈഡ് ചെയ്യുന്നതിനും ടോട്ടൽ എനർജി, കൊളൈഡേഷന് ശേഷമുള്ള ടോട്ടൽ എനർജി, ഇതൊക്കെ കാണണ്ടേ. നമുക്കറിയാം സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. സോ mv²/r = gmm by r². Capital M is the mass of the earth and m is smaller mass of the satellite. ഇവിടെ നിന്ന് ഒരു r ക്യാൻസൽ ചെയ്ത് mv² = gmm/r. പിന്നെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കൈനറ്റിക് എനർജി കിട്ടും. അപ്പോൾ കൈനറ്റിക് എനർജി EK = ½ mv² = gmm/2r. ഇനി നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ഓഫ് ടു ബോഡീസ് -gm1m2 by ഡിസ്റ്റൻസ് r. അപ്പോൾ ഇവിടെ ഇപ്പോൾ EP = -gmm/r. എങ്കിൽ ഒരു സാറ്റലൈറ്റിൻ്റെ ടോട്ടൽ എനർജി സാറ്റലൈറ്റ് എയുടെ ടോട്ടൽ എനർജി EA = E കൈനറ്റിക് പ്ലസ് E പൊട്ടൻഷ്യൽ. അപ്പോൾ gmm/2r പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് അട്രാക്ഷൻ ആയതുകൊണ്ട് അപ്പോൾ -gmm/r. ഇത് ½ -1 എന്നുള്ള ഫോം ആവും -½ അല്ലെ -gmm/2r. ബിയുടെ ഇത് തന്നെ, കാരണം രണ്ട് സാറ്റലൈറ്റ് ഒരേ മാസമുള്ള സാറ്റലൈറ്റ്സ്. അപ്പോൾ സാറ്റലൈറ്റ് ബിയുടെ ടോട്ടൽ എനർജി ഇത് തന്നെ. എങ്കിൽ ടോട്ടൽ എനർജി ഓഫ് എ ആൻഡ് ബി ബിഫോർ കൊളിഷൻ എന്ന് പറയുമ്പോൾ EA + EB രണ്ട് സാറ്റലൈറ്റിനും കൂടെ ടോട്ടൽ എനർജി ആഡ് ചെയ്യുന്നു. ദറ്റ് ഈസ് -gmm/2r -gmm/2r. -½ that is -1 or -gmm/r. ഇതാണ് ടോട്ടൽ എനർജി ബിഫോർ കൊളിഷൻ. ടോട്ടൽ എനർജി ആഫ്റ്റർ കൊളിഷൻ രണ്ടിൻ്റെയും വെലോസിറ്റി സെയിമാണ്. ഓപ്പോസിറ്റ് സെൻസിൽ വന്ന് പെർഫെക്റ്റ് ഇനിലാസ്റ്റിക് കൊളിഷൻ നടത്തുക. അപ്പോൾ അതങ്ങ് മൊമെൻ്ററിലി അറ്റ് റെസ്റ്റിലാവും. അപ്പോൾ ആഫ്റ്റർ കൊളിഷൻ എ ആൻഡ് ബി കം ടു റെസ്റ്റ് മൊമെൻ്ററിലി. അതുകൊണ്ട് ടോട്ടൽ കൈനറ്റിക് എനർജി 0 ആവും. ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ -gm × രണ്ടിൻ്റെയും കൂടെ ആകുമ്പോൾ മാസ് 2m എന്നെടുക്കണം. രണ്ടും കൂടി ഇപ്പോൾ സ്റ്റിക്ക് ടു ഒട്ടിച്ചേർന്ന് ഒന്നായിരിക്കുക. അപ്പോൾ മാസ് 2m. അപ്പോൾ എർത്തും സാറ്റലൈറ്റ്സും കൂടെ ഉള്ള പൊട്ടൻഷ്യൽ എനർജി -gm × 2m/r. എങ്കിൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആഫ്റ്റർ കൊളിഷൻ ഇത് തന്നെ -2 gmm/r. ഇനി ഇത് സബ്സീക്വൻറ്റ് മോഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മൊമെൻ്ററിലി റെസ്റ്റിലാണ് കൊളിഷൻ കഴിയുമ്പോൾ. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇപ്പോൾ ഇല്ല, വെലോസിറ്റി ഇല്ലല്ലോ. അപ്പോൾ ഇതൊരു ഫ്രീ ഫോളായിട്ട് എർത്തിൻ്റെ സെൻറ്ററിലേക്ക് റെക്കേജ് ട്രാവൽ ചെയ്യും. ദി റെക്കേജ് വിൽ fall toward the center of the earth. ഇത്ര ഇതിൻ്റെ ആൻസർ. Another one. Explain how the eccentricity
semi-latus rectum, major and minor axes of the elliptical orbit of a planet can be calculated using the minimum distance and maximum distance of the planet from the sun. Sun മിനിമം പൊസിഷൻ എന്ന് പറയുമ്പോൾ എ ആ, ഫാർദസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പം ബി ആ. ഈ ഡിസ്റ്റൻസ് മിനിമം ഡിസ്റ്റൻസ് R1 എന്നിരിക്കട്ടെ, മാക്സിമം ഡിസ്റ്റൻസ് R2 എന്നിരിക്കട്ടെ. ദിസ് ഈസ് ദി സെമി ലാറ്റസ് റെക്ടം. ഇത് നമുക്കറിയാം, എലിപ്സിൻ്റെ ഇക്വേഷൻ L/R = 1 + E cos θ. എയിലെത്തുമ്പോൾ തീറ്റ അങ്ങ് 0 എന്ന് എടുക്കണം, ബിയിലെത്തുമ്പോൾ തീറ്റ 180 ഡിഗ്രി എന്ന് ഇരിക്കണം. അപ്പോൾ എയിൽ അറ്റ് എ L/R1 = 1 + E cos 0 is 1 + E, or R1 = L/1 + E. At B, R2 equals, ഇവിടെ cos 180 എന്ന് വരും, cos 180 is -1, അപ്പം 1 - E എന്ന് വരും. അവിടെ നിന്ന് R2 equals L/1 - E, because theta is 180 ഡിഗ്രി. എങ്കിൽ എ ബി എന്ന് പറയുന്നതാണ് മേജർ ആക്സിസ്. ഈ മേജർ ആക്സിസ്, സെമി മേജർ ആക്സിസ് എ ആണെങ്കിൽ മേജർ ആക്സിസ് 2A. അപ്പോൾ എ ബി = 2A, or A = സെമി മേജർ ആക്സിസ് A = AB/2. That is A = AB. AB എന്ന് പറയുമ്പോൾ R1 + R2, or R1 + R2 AB. R1 + R2/2. അപ്പോൾ മേജർ ആക്സിസും സെമി മേജർ ആക്സിസും കിട്ടി. ഈ മുമ്പത്തെ ഈ രണ്ട് ഇക്വേഷൻ ഇന്ന് 1 + E = L/R1, 1 - E = L/R2. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാം ക്യാൻസൽ ചെയ്യുമ്പോൾ 1 + E/1 - E = R2/R1. ഇവിടെ നിന്ന് ഈ സോൾവ് ചെയ്യാം. ഫ്രം യു വിൽ ഗെറ്റ് ഇറ്റ്. E = R2 - R1/R2 + R1. അപ്പോൾ എക്സെൻട്രിസിറ്റി കിട്ടി, മേജർ ആക്സസും കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടെ ഒന്ന് ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 1 + E + 1 - E എന്ന് പറഞ്ഞാൽ 2. ഇപ്പോൾ 2 equals L into 1/R1 + 1/R2, that is L into R2 + R1/R2/R1, from which semi-latus rectum L equals 2R1R2/R1 + R2. അപ്പോൾ സെമി ലാറ്റസ് റെക്ടം കിട്ടി. ഈ എലിപ്സിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, സെമി മേജർ ആക്സിസ് B ² = A into L equals A R1 + R2/2 into L is 2R1R2/R1 + R2. That is R1 R2, or B equals √ of R1 R2. അപ്പോൾ ചോദിച്ചാലും കിട്ടി. അടുത്തത്, എ പാർട്ടിക്കിൾ ഓഫ് മാസ് സ്മോൾ m is subject to an attractive central force of magnitude k/r², where k being a constant. If at the instant when the particle is at an extreme position in its closed orbit, at a distance small a from the center of force, its speed is √ k/2ma. Find the other extreme position. അവിടെ സെൻട്രൽ ഫോഴ്സ് k/r² എന്താ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അട്രാക്ഷൻ എന്ന് പറയുന്നുണ്ട്, ക്ലോസ്ഡ് ഓർബിറ്റ് ആണെന്നും പറയുന്നുണ്ട്. അതിൽ ഒരു എക്സ്ട്രീം ബിയും മറ്റേ എക്സ്ട്രീം എയും. ഒരു എക്സ്ട്രീം പൊസിഷനിലേക്കുള്ള ദൂരം സെൻറ്റർ ഓഫ് ഫോഴ്സ് C, ഓരോ എക്സ്ട്രീമിലേക്കുള്ള ദൂരം A എന്ന ചോദ്യത്തിൽ മനസ്സിലാക്കാം. രണ്ടാമത്തെ എക്സ്ട്രീം ഏതാണെന്നാണ് ചോദ്യം. അത് ഒരു എക്സ് എന്നിരിക്കട്ടെ. തീർച്ചയായിട്ടും സെൻട്രൽ ഓർബിറ്റിൽ ആംഗുലാർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. ആംഗുലാർ മൊമെൻറ്റം അറ്റ് എ എന്ന് പറയുമ്പോൾ mva ഇൻറ്റു എക്സ്, ലീനിയർ മൊമെൻറ്റം ഇൻറ്റു ഡിസ്റ്റൻസ്, ഈക്വൽസ് ആംഗുലാർ മൊമെൻറ്റം അറ്റ് ബി mvb ഇൻറ്റു എ. ഇവിടെ നിന്ന് vb ഈക്വൽസ്
വി എ ഇൻറ്റു എക്സ് ബൈ എ. ഇനി അത് ഇക്വേഷൻ നമ്പർ 1. Kinetic energy plus potential energy at A must be equal to kinetic energy plus potential energy at B. Conservation of energy. A half mVA square minus potential energy is minus K by X. K by X equals B half mVB square minus potential energy minus K by A. That is equation number 2. ഇനി ക്വസ്റ്റിനകത്തൊന്ന് മനസ്സിലാക്കാം. വി ബി ഈക്വൽസ് റൂട്ട് ഓഫ് കെ ബൈ 2m എന്ന് തന്നിട്ടുണ്ട്. ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ച്, അതായത് 3ഉം 1ഉം എടുത്ത ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. 3x² മൈനസ് 4ax പ്ലസ് a² ഈക്വൽ 0. You can do it yourself for simple. Factorize here. This is 3x minus a into x minus a equals 0. അവിടുന്ന് എക്സ് മൈനസ് എ ഈക്വൽ 0 എന്ന് എടുത്തു കഴിയുമ്പോൾ എക്സ് ഈക്വൽസ് എ എന്ന് സൊല്യൂഷൻ കിട്ടും. അത് ചോദ്യത്തിൽ തന്നിരിക്കുന്ന ആൻസർ തന്നെയാണ്. രണ്ടാമത്തെ കേസ് 3x മൈനസ് എ ഈക്വൽ 0 ഫ്രം വിച്ച് എക്സ് ഈക്വൽസ് എ ബൈ 3. ദറ്റ് ഈസ് ഇറ്റ് അൺനോൺ എക്സ്ട്രീം പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഈ എക്സാണ്. അപ്പോൾ എക്സ് ഈസ് എ ബൈ 3. കൂടുതൽ ചോദ്യങ്ങൾ ഡിസ്കഷൻസും അടുത്ത പോസ്റ്റിങ്സ് വരും. താങ്ക് യു.